ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നത് മേലേക്ക് കിടക്കാം. മാഡം, എന്നെ തൽക്കാലം ജാനകി എന്ന് വിളിച്ചോളൂ. യഥാർത്ഥ പേരല്ല. എനിക്ക് 29 വയസ്സുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 വർഷമായി. എനിക്ക് അമ്മയും അമ്മയ്ക്ക് ഞാനും മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് ചെറുപ്പകാലത്ത് പറ്റിയ ഒരബദ്ധമാണ് ഞാനെന്നാണ് എല്ലാവരും പറഞ്ഞത്. അമ്മയ്ക്ക് അങ്ങനെ ഭർത്താവെന്ന് പറയാൻ ആരുമില്ല. 1-2 പേരുടെ കൂടെ അമ്മ താമസിച്ചിട്ടുണ്ട്. അതിൽ രണ്ടാമത് താമസിച്ച ആളുടെ മകളാണ് ഞാനെന്ന് അമ്മ പറയും. പക്ഷേ അയാൾ 2 വർഷം മാത്രമേ അമ്മയുടെ കൂടെ നിന്നുള്ളൂ. ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സ്ഥലം വിട്ടു. അയാൾ എവിടെയാണെന്ന് അറിയില്ല. അയാളുടെ പേര് മാത്രമേ അമ്മയ്ക്ക് അറിയുകയുള്ളൂ. പിന്നീട് ഞാൻ ഓർമ്മ വച്ചപ്പോൾ അമ്മ ഒരു 5 സെൻറ്റുള്ള സ്ഥലത്ത് ചെറിയൊരു വീട്ടിൽ താമസിക്കുകയാണ്. അമ്മ വലിയൊരു വീട്ടിലെ ജോലിക്കാരിയായിട്ടാണ് ഞാൻ കണ്ടത്. അവിടുത്തെ സാറും അമ്മയുമായിട്ട് ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ടെന്ന് ചെറുപ്പകാലത്തെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും അമ്മയാണ് വിളിക്കുക. അമ്മ അടുക്കളക്കാരിയാണെങ്കിലും അതിൽ കൂടുതൽ സ്വാതന്ത്ര്യം സാറിൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അല്ലറ ചില്ലറ ഗുണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അമ്മ എന്നെ ആ വീട്ടിലേക്ക് അധികം കൊണ്ടുപോകാറില്ല. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അവിടെ അങ്ങനെ ആൺകുട്ടികളൊന്നുമില്ല. സാറും ഭാര്യയും മാത്രമേ ഉള്ളൂ. അവരുടെ കുട്ടികളൊക്കെ വിദേശത്തും മറ്റുമാണ്. ഭയങ്കര പണവും ബിസിനസ്സും ഒക്കെ ഉള്ള ആളാണ്. പിന്നെ ഞാൻ ഡിഗ്രി പാസ്സായി കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടൻ്റായിട്ട് എന്നെ കയറ്റി വിട്ടു. അവിടെയായിരുന്നു ഞാൻ ജോലി നോക്കിക്കൊണ്ടിരുന്നത്. ഇതിനിടയ്ക്ക് എനിക്ക് ഒത്തിരി വിവാഹാലോചനകൾ വന്നു. പക്ഷേ അതെല്ലാം അമ്മയുടെ ഹിസ്റ്ററി അറിയുമ്പോൾ തള്ളിപ്പോകും. അങ്ങനെ ജാതകവും മറ്റും ഒക്കെ ആയിട്ട് കാര്യങ്ങളൊന്നും നടന്നില്ല. കാലങ്ങൾ പോയിക്കൊണ്ടിരുന്നു. എങ്കിലും ചെറിയ ജോലി ഉള്ളത് കൊണ്ട് എൻ്റെയും അമ്മയുടെയും കാര്യം ഓക്കെ ആയിട്ട് നടന്നു. ഇതിനിടയ്ക്കാണ് സാറിന് അസുഖം വന്ന് പതുക്കെ കിടപ്പായത്. അതോടുകൂടി അമ്മ പുള്ളിക്കാരനെ പരിചരിക്കാൻ കൂടെ കൂടി. അങ്ങനെ പുള്ളിയുടെ അന്ത്യം വരെ അമ്മ കൂടെ ഉണ്ടായിരുന്നു. എനിക്കും അദ്ദേഹത്തിൻ്റെ മരണം ഒരു വലിയ നഷ്ടം തന്നെയായിരുന്നു മാഡം. സാറ് മരിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ ഭാര്യ പറഞ്ഞു, ഇനി ഇങ്ങോട്ടേക്ക് ജോലിക്ക് വരണ്ട, ഞാൻ എൻ്റെ മക്കളുടെ കൂടെ വിദേശത്ത് പോവുകയാണ്, ഈ വീട് പൂട്ടുകയാണെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കരമായി ഞെട്ടിപ്പോയി മാഡം. ആ ഒരു ആശ്രയം നിൽക്കുകയല്ലേ. അത് കഴിഞ്ഞപ്പോൾ അവർ അടുത്ത ഞെട്ടിക്കുന്ന വാർത്ത പറഞ്ഞു, എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ്. എൻ്റെ സേവനം ആവശ്യമില്ല. കാര്യം അതൊന്നും നോക്കി നടത്താൻ ആരുമില്ല. ആ സ്ഥാപനം വേറൊരാൾക്ക് കൊടുക്കുകയാണ്. അയാൾക്ക് അയാളുടെ ബന്ധത്തിലുള്ളൊരു പെൺകുട്ടിക്ക് അവിടെ ജോലി കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ജോലിയും പോയി. പെട്ടെന്നാണ് ഞാനും അമ്മയും ഒരു നടക്കടലിലായതുപോലെ ആയത്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ സമ്പാദ്യമൊന്നുമില്ല. ഉള്ളതുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയ്ക്ക് വാഹനങ്ങളിൽ പല കടകളിലും പല സാധനങ്ങളും കൊണ്ട് കൊടുക്കുന്ന ഒരു സെയിൽസ്മാനുമായിട്ട് ഞാൻ പരിചയപ്പെട്ടു. അങ്ങർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്നേക്കാൾ 3 വയസ്സിന് മൂത്താണ്. വിവാഹം കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് ഒരു പ്രേമം പോലെ ട്രാക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. 2 ജാതിക്കാരാണ്. ഞാൻ പറഞ്ഞു, വെയിറ്റ് ചെയ്യണം, നമുക്ക് കല്യാണം കഴിക്കാം, അദ്ദേഹത്തിന് ഒത്തിരി പ്രാരാബ്ദങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയായിരുന്നു. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ല ഈ കല്യാണം നടക്കുമെന്ന്, എനിക്കറിയുകയില്ലായിരുന്നു. പക്ഷേ ഈ സിറ്റുവേഷൻ ആയി കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് രക്ഷപ്പെടണം. ഞാൻ തിന്നു കഴിഞ്ഞാൽ അമ്മയ്ക്കും ഭയങ്കരമായ പ്രശ്നങ്ങളാണ്. അമ്മ ഇനി എവിടെയെങ്കിലും ജോലിക്ക് പോകണം. എൻ്റെ കല്യാണം അമ്മ എങ്ങനെ നടത്തും? അപ്പോൾ ഞാൻ അയാളെ വിളിച്ച് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, എന്തായാലും എൻ്റെ വീട്ടുകാർ സമ്മതിക്കാൻ തോന്നില്ല, ജാതിയൊക്കെ വേറെയാണ്, പണമില്ലെങ്കിലും നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അമ്മയോട് പറയാതെ ഞങ്ങൾ 2 പേരും കൂടി കോഴിക്കോടേക്ക് പോയി. അങ്ങേരുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലാണ് ഞങ്ങളുടെ ജീവിതം തുടങ്ങിയത്. പിന്നീട് അമ്മയോട് വിളിച്ച് പറഞ്ഞു. അമ്മ അന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു, എടീ നീ എന്തിന് ചാടിപ്പോയതാണ്? ആണിനെ കാണുമ്പോഴേക്കും എന്തോ കിട്ടുമെന്ന് കരുതി വേലി ചാടിപ്പോയുള്ളല്ലേ നീ ശരിയായി വരില്ല എന്നൊക്കെ പറഞ്ഞ് അന്ന് ഒത്തിരി വഴക്കുണ്ടാക്കി. എനിക്കാണെങ്കിൽ നല്ലൊരു കുടുംബം, സ്നേഹമുള്ള ഭർത്താവ്, പ്രേമിച്ച ആളെ കിട്ടുക, എത്രയോ വർഷമായിട്ട് കല്യാണം നടക്കുന്നില്ല, കാത്തിരിക്കുകയാണ്. ഒരു കുടുംബം ഉണ്ടാക്കി ചെറിയൊരു വീടാണെങ്കിലും അവിടെ കുട്ടികളുമൊക്കെയായി സിനിമയിലേക്ക് കാണുന്ന പോലെ താലോലിച്ച് മോഹിച്ചങ്ങോട്ട് കഴിയുക എന്നായിരുന്നു. പക്ഷേ ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് തനി നിറം മനസ്സിലായി. ആദ്യത്തെ 3 മാസം അടിപൊളിയായിരുന്നു. ഞാൻ അദ്ദേഹം ജോലിക്ക് പോയി വരുന്നത് കാത്തിരിക്കും. ഞങ്ങൾക്ക് ആ കൂട്ടുകാരൻ ഒരു വാടക വീട് ഏൽപ്പിച്ച് തന്നിരുന്നു. അതിലാണ് ഞങ്ങൾ ജീവിതം തുടങ്ങിയത്. അവിടെ ഒരു സെയിൽസ്മാൻ ജോലി ഒപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഞാൻ ഭർത്താവ് വരുമ്പോഴേക്കും എല്ലാം വെച്ച് കാത്തിരിക്കും. കാരണം വന്നു കഴിഞ്ഞ് ചോറുണ്ട് കഴിഞ്ഞിട്ടല്ലേ എനിക്കുള്ള ചോറ് കിട്ടുക എന്നോർത്ത് ഞാൻ എപ്പോഴും അദ്ദേഹത്തെ സന്തോഷിപ്പിച്ച് വെയിറ്റ് ചെയ്തിരുന്നു. സ്ത്രീകൾക്ക് അതാണല്ലോ മെയിൻ പണി. ഭർത്താവ് വരുമ്പോഴേക്കും തിരുമധുരം കിട്ടുമല്ലോ എന്നോർത്ത് എല്ലാം അങ്ങ് ചെയ്യും. ഭർത്താവ് വന്ന് മോളെ മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തട്ട് മുട്ട് പ്രസ് പെണ്ണുങ്ങളങ്ങ് മയങ്ങിപ്പോകും. പിന്നീട് അങ്ങ് കാത്തിരിക്കല്ലേ ഭർത്താവ് വരാൻ വേണ്ടിയിട്ട്. ഇതാണ്
സ്ത്രീകളുടെ മനസ്ഥിതി ആ മനസ്ഥിതി തന്നെയായിരുന്നു എൻ്റേതും. പക്ഷേ 3-4 മാസം കഴിയുമ്പോഴേക്കും പുള്ളിയുടെ ഭാവം മാറി. ഇതിലൊന്നും ഒരു താല്പര്യമില്ലാതായി. ഞാനും ജോലിക്ക് പോകണം, വരുമാനം കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് എന്നോട് വഴക്കും വക്കാണുമായി. പിന്നീട് കുടിയായി, പ്രശ്നങ്ങളായി. അങ്ങനെ ഞാൻ സഹിച്ച് അവിടെ ജീവിക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ അമ്മയെ വിളിച്ചു. അമ്മയ്ക്ക് പൈസ അയച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. ജോലിക്ക് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ പെട്ടെന്ന് ജോലിയും കിട്ടിയില്ല. ഇതിനിടയ്ക്ക് എനിക്ക് 2 വട്ടം അബോർഷനാകുകയും ചെയ്തു. പിന്നെ എൻ്റെ ഭർത്താവും ഞങ്ങളുടെ കല്യാണം നടത്തി തന്ന അയാളും കൂടെ ഈ വീട്ടിൽ വന്നിരുന്ന് മദ്യപിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴേക്കും കൂട്ടുകാരനെ ഞാൻ പ്രത്യേകിച്ച് കാണണമെന്ന് ഭർത്താവ് നിർബന്ധിച്ചു. എനിക്ക് പക്ഷേ അങ്ങേരെ ഒട്ടും ഇഷ്ടമല്ല ഈ കാര്യത്തിൽ. കാര്യം എൻ്റെ ഹസ്ബൻഡ് കാണാൻ സുന്ദരനാണ്. അങ്ങേരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു പറ്റില്ലെന്ന്. അത് പറഞ്ഞ് വഴക്കും വക്കാണൊക്കെയായി. ആ സമയത്ത് ഞാൻ അമ്മയെ വിളിച്ച് എല്ലാം പറഞ്ഞ് കരഞ്ഞു. അമ്മ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് പോലും ഇത്രയും കാലമായിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പോഴേക്കും അമ്മ പറഞ്ഞു, നീ തിരിച്ച് വീട്ടിൽ വാ. അമ്മ എങ്ങനെ ജീവിക്കും? എന്തായാലും ഏതെങ്കിലും വീട്ടിൽ പണിയെടുത്ത് ജീവിക്കുന്ന എനിക്കറിയാം. എന്നാലും എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ തെറി വിളിക്കും. അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു. ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ നിർബന്ധിച്ചു, നീ തിരിച്ചു വന്നേ മതിയാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് ചെന്നു. എൻ്റെ ഭർത്താവ് അറിയാതെ ഭാഗ്യമെല്ലാം എടുത്തോണ്ട് എനിക്ക് വയ്യ ഇനി അയാളുടെ കൂടെ ജീവിക്കാൻ. അങ്ങനെ ഞാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എനിക്ക് 2 തന്നിട്ടാണ് വീടിനകത്തേക്ക് കയറിയത്. പക്ഷേ എനിക്കതിൽ യാതൊരു വിഷമവുമില്ല. അമ്മ ദാരിദ്ര്യത്തിലായിരിക്കും ജീവിക്കുക എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അകത്ത് കയറിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി മാഡം. തറയെല്ലാം ടൈൽസ് ഇട്ടിരിക്കുന്നു, ഭിത്തിയെല്ലാം നല്ല ചായം പൂശിയിരിക്കുന്നു. പക്ഷേ പുറത്തങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അകത്ത് TV ഉണ്ട്, അതും വലിയൊരു TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചണൊക്കെ സൂപ്പറാക്കിയിരിക്കുന്നു. ഉള്ളതെല്ലാം മനോഹരമാക്കിയിരിക്കുകയാണ്. പഴയ വീട് തന്നെയാണ്, പക്ഷേ അകമെല്ലാം മനോഹരമാക്കിയിട്ടുണ്ട്. ഞാനത് കണ്ട് ഞെട്ടിപ്പോയി. അമ്മേ, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? അമ്മയ്ക്കിപ്പോൾ ജോലി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നെ പുഴുത്ത തെറിയാണ് വിളിച്ചത്. എന്നിട്ട് അമ്മ കുറേയധികം കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. എല്ലാം എന്നെ കുറ്റപ്പെടുത്തിയിട്ടായിരുന്നു. എടീ, എൻ്റെ കൂടെ നിന്നായിരുന്നെങ്കിൽ നിനക്ക് നല്ല ജീവിതം കിട്ടേനെ. വല്ലവൻ്റെ അടിയും തൊഴിയും കൊള്ളാനാണ് നിനക്ക് ഫലം. പിന്നെ എന്ത് മോഹിച്ചാൽ നീ പോയെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ ഇളക്കക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞ് അമ്മ പച്ചയ്ക്ക് എന്നോട് ഓരോന്ന് പറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു, വല്ല രസം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 6 മാസം രസമുണ്ടായിരുന്നു, പിന്നൊന്നുമില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, എടീ, നിനക്കും എനിക്കൊന്നും കല്യാണം വിധിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അമ്മ പൊട്ടിച്ചിരിച്ചു. പെട്ടെന്ന് നമ്മുടെ ഭാവമാറ്റം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്തായാലും ഇനിയിപ്പോൾ നീ വന്നല്ലോ, നിനക്ക് ഞാൻ ഒരു ജോലി വാങ്ങിച്ചു തരും. നീ അക്കൗണ്ടൻ്റ് അല്ലേ, എപ്പോൾ വേണേലും ജോലി കിട്ടുമെന്ന് പറഞ്ഞു. അന്ന് രാത്രി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അമ്മ എന്നോട് പറഞ്ഞു, എടി 10:30 ഒരു സാറ് എന്നെ കാണാൻ വരും. ഏത് സാറും? അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല. ഈ കാണുന്ന പ്രയോജനങ്ങൾക്കെല്ലാം കാരണം പല സാറുമാരുമാണ്. എന്താണെന്ന് നിന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ. അമ്മ ഈ പ്രായത്തിലും എൻ്റെ പ്രായത്തിന് എന്തെങ്കിലും കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. കണ്ടില്ലേ, ഞാൻ ഇപ്പോൾ നരയൊക്കെ മറിച്ച് ഡൈ ഒക്കെ ചെയ്ത് ഫേഷ്യൽ പോലും ഞാൻ ചെയ്യാറുണ്ട്. എല്ലാം നല്ല രീതിയിലാണ് പോകുന്നത്, ഒരു പ്രശ്നവുമില്ല. പെണ്ണ് ഒരുമ്പെടണം. പണ്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് അയാൾക്ക് വേണ്ടി പല കാര്യങ്ങളും അയാൾ പറയുന്ന എല്ലാ ഇഷ്ടവും നടത്തിക്കൊടുത്തു. അയാളെ പേടിച്ച് അയാളുടെ ഭാര്യ പോലും അയാളുടെ അടുത്ത് വരില്ലായിരുന്നു. അയാളുടെ ഭാര്യയേക്കാൾ കൂടുതൽ എന്നെയായിരുന്നു അയാൾക്ക് ആവശ്യം. ഞാനാണെങ്കിൽ സാർ എന്നെ അവസാനം സഹായിക്കും, നിൻ്റെ കല്യാണത്തിന് വേണ്ടി വലിയൊരു സ്വത്തൊക്കെ തരാമെന്ന് അയാൾ പറഞ്ഞതാണ്. പക്ഷേ ഒന്നും നടന്നില്ല. അയാളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിന്ന് അവസാനം എനിക്ക് കിട്ടിയത് എന്താണ്? ആനമുട്ട. അയാളുടെ ഭാര്യ അയാളെ പേടിച്ചെല്ലാം സഹിച്ചു. അവിടെ ആടിയ ആട്ടം ഞാൻ പുറത്താടിയിരുന്നെങ്കിൽ ഞാനിപ്പോൾ കോടീശ്വരിയായിനി. അവർക്ക് അതിന് ചുരുക്കം മനസ്സിൽ കാണാൻ അയാളുടെ ഭാര്യയ്ക്ക്. അതുകൊണ്ടാണ് നമ്മളെ പെട്ടെന്ന് തന്നെ അവർ ഒഴിവാക്കിയത് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അവിടെ ചെറിയൊരു വേലക്കാരിയല്ലായിരുന്നു എന്നുള്ള എൻ്റെ ഊഹം വളരെ കറക്റ്റാണ്. ഞാൻ ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് വേറെ ഏതെങ്കിലും വീട്ടിൽ ജോലിക്ക് പോകുന്നതിന് വിചാരിച്ചു. പിന്നെയാണ് ഓർത്തത്, എന്തിനാണ് ജോലിക്ക് പോകുന്നത്? ജോലിക്ക് പോയാലും ഇതൊക്കെ തന്നെ. എന്നാൽ പിന്നെ വേറെ എന്തെങ്കിലും വഴിക്ക് ട്രൈ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെയാണ് മഞ്ജുളയുടെ ബ്യൂട്ടി പാർലറിൽ ഞാൻ ഒരിക്കൽ പോയത്. ഞാൻ ബ്ലൗസ് തയ്പ്പിക്കാനും പോയത്. അവൾ എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാനിപ്പോൾ എല്ലാം പറഞ്ഞു. അപ്പോൾ ചേച്ചി ഇനി എവിടെയെങ്കിലും ജോലിക്ക് ശ്രമിക്കുകയാണെങ്കിൽ എന്നോട് പറ, ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഓക്കെ മോളെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ പിന്നീട് അവൾ എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, ചേച്ചി ചില സാഹചര്യങ്ങളുണ്ട്, ചേച്ചി വരുമോ എന്നറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കെല്ലാം അറിയാം മോളെ, ഞാൻ എല്ലാത്തിനും സമ്മതമാണ്. എൻ്റെ പ്രായത്തിൽ എനിക്ക് എന്തെങ്കിലും കുറവുകൾ
കാണില്ലേ, ആളുകൾക്ക് എന്നെ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, എല്ലാം ഞാൻ ശരിയാക്കി തരാം. ചേച്ചിക്ക് കഴിവുണ്ടെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെടാം, ഒരു പ്രശ്നവുമില്ല. പ്രായമല്ല നമുക്ക് ഒരു പ്രശ്നം, ആറ്റിറ്റ്യൂഡാണ്. അതുമാത്രമല്ല ചേച്ചിക്ക് കറക്കി അടിക്കാൻ വിരുദ്ധുണ്ടോ എന്ന് ചോദിച്ച് അവൾ കാതിൽ പലതും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഇതൊക്കെ ഞാൻ ഒത്തിരി കണ്ടതാണ്. ഞാൻ കറക്കുകയും അടിക്കുകയും ചുഴറ്റുകയും ഒക്കെ ചെയ്യും, ചുഴലിക്കാറ്റാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വളരെ സന്തോഷമായി. പിന്നെ എൻ്റെ പൊന്നു മോളെ, ഞാൻ വീട്ടു ജോലിക്കൊന്നും പോയില്ല. അവളാണ് എനിക്ക് ഓരോരുത്തരെയും കണക്ട് ചെയ്ത് തരുന്നത്. പിന്നെ ഞാനങ്ങ് ഇറങ്ങിപ്പോയി. നല്ല തുകകൾ ഓരോ സമയത്ത് കിട്ടാൻ തുടങ്ങി. സത്യം പറയാമല്ലോ, ഒരു 10-15 വർക്ക് അത് മതി. ബാക്കി 15 ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കാം. ഞാനിപ്പോൾ ഈ വീടൊക്കെ നന്നാക്കിയത് എങ്ങനെയാണ്? അതുകൊണ്ടാണ്. സേവിങ്സ് അതുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടുമുണ്ട്. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു 3 ലക്ഷം രൂപ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പോഴാണ് മോളെ ഉണ്ടായത് എന്ന് പറഞ്ഞ് അമ്മയുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തല പെരുത്തു. ഞാൻ എന്തിനാണ് ഒരു സെയിൽസ്മാൻ്റെ കൂടെ പോയത്? എന്ത് കണ്ടിട്ടാണ് പോയത്? എന്തെങ്കിലും കിട്ടിയോ? 3 മാസം എന്തോ ഒത്തിരി ഒന്നും കിട്ടി, അത് പോരാ. അമ്മ പറഞ്ഞതുപോലെ കിട്ടുമ്പോൾ എന്നും കിട്ടണം, അതും കൊതി തീരുവോളം. ഒന്നല്ല പലത്, എങ്കിൽ മാത്രമേ സ്ത്രീ ജന്മം പുണ്യജന്മമാകൂ എന്നുള്ള ചുഴറ്റിയടിക്കുന്ന വാചകം എൻ്റെ മനസ്സിലേക്ക് കയറി അങ്ങ് പോയി. എൻ്റെ അമ്മ ഇത്രയും പിടിക്കുകയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അമ്മ ഒരു ടാർജറ്റ് വെച്ചുകൊണ്ടാണ് അയാളുടെ വീട്ടിൽ താമസിച്ചത്. അത് പോയി. എന്നിട്ടും അമ്മ തളർന്നില്ല, ഉയർത്തെഴുന്നേറ്റു. ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ അമ്മ ഒരു മിടുക്കിയാണ്. അമ്മ എനിക്കും തുണ എന്ന് ഞാൻ വിചാരിച്ചു. ആ സാറ് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ മുറിയിൽ കയറി കഥ കടച്ചു. അവർക്ക് ഞാൻ ഒരു ശല്യമുണ്ടാക്കണ്ട. അമ്മ കൊഞ്ചിക്കുഴയുന്നതും അമ്മയുടെ താളവാതിലയങ്ങളും ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അത്ര വലിയ വീടൊന്നുമല്ലല്ലോ. അമ്മ മിടുക്കി തന്നെ. അങ്ങേര് വെളുപ്പിന് എപ്പോഴാണ് പോയത്. അങ്ങനെ ഞങ്ങളുടെ ജീവിതം കുറച്ചൊക്കെ വർണ്ണാഭമായിരുന്നു. ആദ്യമൊന്നും അമ്മ എന്നോടൊന്നും പറഞ്ഞില്ല. നീ ജോലി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. 3-4 അമ്മ പറഞ്ഞു വിട്ടു. എനിക്ക് ജോലി കിട്ടി, പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. അതുകൊണ്ട് നല്ലൊരിടം നോക്കി ഞാൻ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് അമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞതുപോലെ നീ എവിടെ പോയെന്ന് പറഞ്ഞാലും ഉറച്ചു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യേ, അമ്മയുടെ കൂടെ മോളങ്ങ് ചേരെ. ഇടയ്ക്ക് ചില സാറുമാരെ മോളും ഒന്ന് കടാക്ഷിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഞാൻ ജോലിക്ക് പോകും, എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എനിക്കൊരു ജോലി കിട്ടിയപ്പോൾ ഞാൻ അതിന് പോവുകയും ചെയ്തു. ഇടയ്ക്ക് എൻ്റെ ഭർത്താവ് വന്ന് വഴക്കുണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ ശരിക്കും ധൈര്യത്തോടു നിന്ന് ഒഴിപ്പിച്ചു വിട്ടു. ഇനി അയാൾ ഇങ്ങോട്ട് കയറില്ല. അമ്മ പറഞ്ഞു, എടാ ഇപ്പം നിൻ്റെ ഭാര്യയ്ക്ക് 1 100 ഭർത്താക്കന്മാരുണ്ട്. എല്ലാവരും കൂടെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ തോറ്റോടുമെന്ന് പറഞ്ഞു. അമ്മ യഥാർത്ഥ മുഖം തുറന്നു പറഞ്ഞു. അതോടുകൂടി ഭർത്താവ് എന്നെ എന്തൊക്കെയോ വലിയ വായിൽ പറഞ്ഞിട്ടങ്ങ് പോയി. ഇനിയിപ്പം മൂക്കോളം മുങ്ങി കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞാൽ എന്താണ്? അപ്പം ഞാൻ പറഞ്ഞു, അമ്മ അങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നെന്ന്. പറയണം. എന്തായാലും നീ അക്കൗണ്ടൻറ്റ് മാത്രമല്ല, നീയും ഇതിലേക്ക് ഇറങ്ങും, എനിക്ക് ഉറപ്പാണ്. കാര്യം അധിക നാൾ പിടിച്ചു നിൽക്കാൻ നിനക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ പ്രവചനം ഫലിച്ചു. ഞാനും പറഞ്ഞു, ചില സാറുമാരെ എനിക്കും ഇഷ്ടപ്പെട്ടു. ഞാനും കാണുന്നുണ്ടല്ലോ സാറുമാരൊക്കെ വരുന്നത്. അപ്പോൾ പലരും ചോദിക്കുമായിരുന്നു, മോള് എവിടെയാ, എങ്ങനെയാ, മോൾ എന്തെങ്കിലും തയ്യാറാണോ എന്നൊക്കെ. അപ്പോഴേക്കും അമ്മ പറയും, ഇല്ല, അവൾ ഹസ്ബൻഡിൻ്റെ അടുത്തായിരുന്നു, ഇവിടെ ഇപ്പോൾ ജോലിക്ക് വേണ്ടി വന്ന് നിൽക്കുകയാണെന്ന്. യഥാർത്ഥം പറയില്ലായിരുന്നു. പിന്നീട് അമ്മ ആദ്യത്തെ ഒരു സാറിലെ ആ സാറ് വന്നപ്പോൾ പറഞ്ഞു, മോളെ സാറാണ് നമ്മുടെ ബേസ്, മോൾക്ക് ഇഷ്ടമാണോ സാറിനെ എന്ന് സാറിൻ്റെ മുന്നിൽ ചോദിച്ചു. സാറ് കൊള്ളാം, ഒരു കുഴപ്പമില്ല. ഞാൻ നമ്രമൊക്കെയായി പറഞ്ഞു, ആദ്യമായിട്ട് ആണുങ്ങളെ കാണുകയാണെന്നുള്ള രീതിയിൽ അമ്മയുടെ ഇഷ്ടമാണ്, എൻ്റെയും ഇഷ്ടം. കാര്യം അമ്മ പറഞ്ഞെങ്കിലും ഇഷ്ടങ്ങളായെങ്കിലല്ലേ എൻ്റെ പലതും നടക്കുകയുള്ളൂ. ഇതിങ്ങനെ കണ്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അമ്മ കയറിപ്പോകും, ഞാൻ ഗോവണിയുടെ താഴെ നിൽക്കും, എനിക്കും കയറണ്ടേ മുകളിൽ. അതുകൊണ്ട് ഞാൻ സാറിനെ സ്വീകരിക്കാമെന്ന് സമ്മതിച്ചു. അമ്മ തന്നെയാണ് എൻ്റെ മുറിയിൽ എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്തത്. സാർ വന്നപ്പോൾ ആദ്യം ചോദിച്ചത് ഭർത്താവുമായിട്ട് ഇനി ഒരുമിക്കുന്നുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞില്ല. ഭർത്താവ് എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അയാൾ കൊള്ളാമായിരുന്നു, പക്ഷേ അങ്ങേരിപ്പോൾ കൊള്ളില്ല, എനിക്കങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങേരെക്കാൾ ഞാൻ നല്ലതായാൽ പറയണമെന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. ഏറ്റുവാങ്ങാൻ ഇനിയും ഞാൻ റെഡിയായിരിക്കുകയല്ലേ. പക്ഷേ സാറൊക്കെ എത്ര മറുകര കണ്ടതാണ്. എൻ്റെ ഭർത്താവ് ഒരു സെയിൽസ്മാനാണ്. അങ്ങേർക്ക് കിട്ടാവുന്ന പെണ്ണുങ്ങൾക്കൊരു ലിമിറ്റുണ്ട്. പക്ഷേ സാർ അങ്ങനെയല്ല, സുന്ദരൻ സുമുഖൻ പണക്കാരൻ. അങ്ങേര് എത്ര അംഗം ജയിച്ചു വന്നൊരു പോരാളിയാണ്. ആ അംഗക്കലിയും അംഗമികവും എനിക്കെന്ന് മനസ്സിലായി. അതാണ് ഞാൻ കാത്തിരുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ 300 വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞാലും മിനിമം ലെവലിലേ ഉള്ളൂ എന്നെനിക്ക് മനസ്സിലായി. അമ്മയാണ് എൻ്റെ ഗുരു. അമ്മ കണ്ടുപിടിച്ചതിൽ കൂടുതൽ എനിക്ക് കണ്ടുപിടിക്കാൻ
പറ്റുമോ സംശയമാണ്. എങ്കിലും അമ്മ കാട്ടിത്തന്ന വഴികളിലൂടെ പോയി കഴിഞ്ഞാൽ എനിക്കും കയറാം എന്ന് ഞാൻ വിചാരിച്ചു. എവിടെ കാഞ്ചൻജംഗ കൊടുമുടിയിൽ ഭർത്താവെന്ന കോന്തന്മാരെ വെച്ച് പൊറപ്പിച്ചാൽ സ്ത്രീക്കത് ആപത്തെന്നാണ് അമ്മ പറഞ്ഞു ചിരിക്കുന്നതും അതുതന്നെയാണ് ശരിയെന്ന് എനിക്ക് തോന്നി. പിന്നീട് പലപ്പോഴും അമ്മയുടെ കെയർ ഓഫ് വഴി എനിക്ക് പുതിയ പുതിയ അനുഭവങ്ങളുണ്ടായി. പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തും ചില്ലറയല്ലാത്ത അനുഭവങ്ങൾ എന്നെ തേടി വന്നു. ഞാനതൊക്കെ പലപ്പോഴും എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഗുണങ്ങളുണ്ടാക്കി എൻ്റെ കൂടെ കൂട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത്, എടീ നീ വന്നതിൽ പിന്നെ ഒരു പയ്യനെ കണ്ടിട്ടില്ല. അവനിപ്പോൾ 24 വയസ്സ്. കഴിഞ്ഞൊരു വർഷം അവൻ ദുബായി പോയതാണ്. ഇപ്പോൾ തിരിച്ചു വരും. അവനാണെങ്കിൽ നിന്നെ കണ്ടു കഴിഞ്ഞാൽ വെറുതെ വിടില്ല. അവൻ ഒരു വട്ടനാണ്. വന്നു കഴിഞ്ഞാൽ പിന്നെ പണം കൊട്ടിത്തൂകും. പക്ഷേ അവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിന്നോണം. എനിക്ക് കുഴപ്പമില്ല. അവനെ 21 വയസ്സ് മുതൽ എനിക്കറിയാമെന്ന് അമ്മ പറഞ്ഞു. അവനാര്? അമ്മ എന്നെ ഫോട്ടോ കാണിച്ചു. കൊള്ളാം, സൂപ്പർ ചെക്കൻ. എന്തിനാ അവൻ ഗൾഫിൽ പോയത്? ഞാൻ ഓർത്തു, ജോലിക്കാണെന്ന് പറഞ്ഞ് പോയതാണ്. ജോലിയൊന്നും കിട്ടില്ല, തിരിച്ചു വരിക. ഇഷ്ടംപോലെ പണമുള്ള വീട്ടിലെ പയ്യനാണ്, ചുമ്മാ ഇങ്ങനെ അങ്ങ് പോയതാ എന്ന് പറഞ്ഞു. എന്തായാലും അവൻ വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ അവൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആൻറ്റിയുടെ മോളാണെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ആ മോളാണ്. അവൾ ഭർത്താവുമായിട്ട് പിരിഞ്ഞു വന്ന് നിൽക്കുകയാണ്. അവൾക്ക് ആണുങ്ങളെന്ന് പറഞ്ഞാലേ കലിയാണെന്ന്. അതവന് നിരാശയായിരുന്നു. അന്നവൻ അമ്മയുടെ അടുത്തേക്ക് പോയി. പിറ്റേ ദിവസം മുതൽ അവൻ അമ്മയെ വിളിച്ച് എന്നെ ഇഷ്ടമാണെന്ന് പറയുകയാണ്. അപ്പം അമ്മ പറഞ്ഞു, അവൾക്കിതിലൊന്നും താല്പര്യമില്ല. ഇനിയിപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ മോനെ കെട്ടുകൾ അടുക്കി അവളെ കാണിക്കണം. അവളുടെ കയ്യിൽ നിന്ന് ഒത്തിരി പൈസ അവളുടെ ഭർത്താവ് കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കട അവൾക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ചെക്കൻ ഒരു ദിവസം വൈകിട്ട് വന്നിട്ട് എനിക്ക് കണക്കറ്റ് പണം കൈവച്ച് തന്നു. ചേച്ചി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പണമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് എൻ്റെ ഭർത്താവല്ലാതെ ആരെയും ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞു. അയാൾ പോട്ടെ ചേച്ചി, ഇതെടുക്കൂ, എല്ലാം നമുക്ക് മറക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ പോകുന്ന പോലെയാണ് ഞാൻ അന്ന് സംസാരിച്ചത്. പക്ഷേ അവൻ സുന്ദരനാണ്. സത്യം പറഞ്ഞാൽ അമ്മ പറഞ്ഞതുപോലെ ഇത്തിരി ഭ്രാന്തനാണ്. കാരണം അവന് വ്യത്യസ്തമായ രീതികളുണ്ട്. മുൻമിറ്റവും പിൻമിറ്റവും ഒക്കെ. അവനൊരു പാലികേറ മലയല്ല, അവന് ഇഷ്ടകേന്ദ്രങ്ങൾ തന്നെ. അങ്ങനെ ഞാൻ ഇഷ്ടമല്ലെങ്കിൽ കൂടി പണത്തെ ഓർത്ത് ആദ്യമൊക്കെ സഹകരണ സംഘമായി തുടർന്നു. പിന്നെ അവൻ്റെ ഇഷ്ടങ്ങളിലേക്ക് ഞാനും ചെന്നു. അവനാണെങ്കിൽ ഞാൻ മറ്റുള്ള ആൾക്കാരെ സമീപിക്കുന്നതോ അല്ലെങ്കിൽ അവരെന്നോട് ഇഷ്ടം പ്രകടിപ്പിക്കുന്നതോ ഒന്നും ഇഷ്ടമേ അല്ല. എന്നെ വാൺ ചെയ്യും. ചേച്ചി എൻ്റെ സ്വന്തമാണെന്നും ഞാൻ പറയും. ഞങ്ങൾക്കൊത്തിരി കടമുണ്ട്, കടമൊക്കെ ഞാൻ എപ്പോൾ വേണമെങ്കിലും വീട്ടാം, ഇഷ്ടം പോലെ പണം തരാം എന്നൊക്കെ പറയും. പിന്നീട് അവനറിയാതെയായിരുന്നു എൻ്റെ രഹസ്യ സഞ്ചാരങ്ങൾ. ഇടയ്ക്കവൻ എന്നെ ഒന്ന് കണ്ടുപിടിച്ചു. ഇപ്പോൾ അവൻ പറഞ്ഞത് ഞാൻ അവനെ സ്വീകരിക്കണം, കല്യാണം കഴിക്കണം എന്നാണ്. അവനെ വിട്ടെങ്ങും പോകരുത്. ഒരു വീട്ടിൽ അവൻ താമസിപ്പിക്കും. ഞാനവിടെ അവന് വശംവതിയായി കഴിയണമെന്നാണ് പറഞ്ഞത്. അമ്മ പറഞ്ഞത് അതിൻ്റെയൊന്നും ആവശ്യമില്ല, നീ അവനെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അവൻ വന്ന് ബഹളം വെച്ചിട്ട് പോയിക്കോട്ടെ, നമുക്ക് മറ്റാണുങ്ങളെ പോലെ മാനേജ് ചെയ്യുന്നതാണ്. പക്ഷേ എനിക്കവനെ ഇഷ്ടമാണ്. അവൻ്റെ അത്രയും വെറൈറ്റി ഉള്ള ആണുങ്ങളുമില്ല. പക്ഷേ അവൻ ഭ്രാന്തമായ കാര്യങ്ങളാണ് പ്രകടിപ്പിക്കുന്നത്. ഇത് ശരിയാകുമെന്നറിയില്ല. ഇഷ്ടവും സ്നേഹവും പ്രണയവും മറ്റു പലതും എന്നെ പിടിച്ചു വലിക്കുകയാണ്, വടംവലി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് ശരിയാകുമോ? എങ്ങനെ ഡീൽ ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരാവേശത്തിന് നിങ്ങൾ എടുത്തു ചാടി ഒരു കല്യാണം കഴിച്ചു. ഇപ്പം ഭ്രാന്തമായ ആവേശമുണ്ടെന്ന് പറഞ്ഞ് ഈ ചെക്കൻ്റെ ഇഷ്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പിന്നെയും കോഞ്ഞാട്ടേ ആകുള്ളൂ. അപ്പോൾ പിന്നെ അമ്മയുടെ കൂടെ തുള്ളി തിമിർത്ത് ഞാനങ്ങ് ജീവിച്ചാൽ മതിയൊന്ന്. അങ്ങനെയല്ല. നല്ല വിവാഹബന്ധം എന്ന് പറയുമ്പോൾ അതിന് അച്ചടക്കം, കെട്ടുറപ്പ്, പരസ്പര വിശ്വാസം, ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടല്ലോ. അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ച് നല്ല രീതിയിൽ ജീവിക്കണമെന്നേ എനിക്ക് ഉപദേശിക്കാൻ പറ്റുള്ളൂ. ഈ ചെക്കൻ നിങ്ങളുടെ ഭർത്താവായിട്ട് വന്നു കഴിഞ്ഞാൽ ഒട്ടും യോജിപ്പ് കാണില്ല. അത് മാത്രമല്ല, അവൻ ഈ പറഞ്ഞതുപോലെ പണം കൊണ്ട് വീട്ടിലെ പണം എടുത്ത് ചിലവാക്കുകയാണ്, നല്ലൊരു ജോലി കണ്ടെത്തുന്നില്ല, അവന് ജീവിതത്തിൽ ലക്ഷ്യങ്ങളൊന്നുമില്ല. നിങ്ങളെ വേറെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവനും നിങ്ങളും തനിയെ എന്നൊക്കെ പറഞ്ഞത് ഇത്തിരി കടന്ന കൈയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അമ്മ പറഞ്ഞതുപോലെ അമ്മയുടെ കൂടെ നിൽക്കുക. നിങ്ങൾ രണ്ടുപേരും കൂടെ നിങ്ങളുടെ ഭർത്താവിനെ ഓടിച്ചില്ല, അതുപോലെ ഈ ചെക്കനെ ഓടിക്കാൻ പറ്റും. പിന്നെ ഭ്രാന്തമായ ആവേശമുള്ളവരെ ഡേഞ്ചറസ് ആയിരിക്കും, സൂക്ഷിച്ച് കണ്ട് അത് നൈസായിട്ട് ഒഴിവാക്കിയിടുന്നതാണ് നല്ലത്. എന്തായാലും ഈ ചെക്കൻ ഭർത്താവാകാനൊന്നും കൊള്ളില്ല. പക്ഷേ ഈ ഒരു ജീവിത രീതി നല്ലതല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരു സമയത്തേക്ക് ഓക്കെ, പണസമ്പാദനത്തിനാണെങ്കിലും
മറ്റ് രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു പങ്കാളിയെ കണ്ടെത്തി ജീവിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നല്ലൊരു ജോലി, അത് മതി. ആ ജോലിയിലെ പണം കൊണ്ട് ജീവിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾക്ക് പോകുന്നതൊക്കെ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ്. എന്ന് വെച്ചിട്ട് ഇതേപോലെ അങ്ങ് ഇറങ്ങിപ്പോകണമെന്ന് നമുക്കത് അനുകൂലിക്കാൻ പറ്റില്ല. ജീവിത സാഹചര്യത്തിലെ മനുഷ്യനൊരു തുണ ആവശ്യമായിട്ട് വരും. അത് ഒന്നിൽ ഭർത്താവോ അല്ലെങ്കിൽ ചിലപ്പോൾ മനസ്സിൽ ഇഷ്ടപ്പെട്ട ആൾക്കാരോ കാണും. എങ്കിലും ഇത്രയും അങ്ങോട്ട് പോകണോ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഇങ്ങനൊരാൾ അല്ലെങ്കിൽ ഈ ഒരു കൊച്ചിറക്കം നിങ്ങളുടെ ഭർത്താവ് ഒന്നും ആകേണ്ട ആളല്ല. അപ്പോൾ ഒരു കാര്യം അളവിലും മീതി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടങ്ങി വേറെ ഭാഗത്തേക്ക്, സേഫായുള്ള ഭാഗത്തേക്ക് പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ.